ചില തിരക്കിൽ നമ്മൾ എങ്ങോട്ടാണ് തിരിക്കേണ്ടത്, അതാ നമ്മൾ തന്നെ അത് നിയമപരമായിട്ട് തന്നെ പറയുന്നത് അതാണ് ആ ജഡ്ജ്മെന്റ്. വലത്തോട്ട് വേണോ ഇടത്തോട്ട് വേണോ, അല്ലെങ്കിൽ ക്രോസ് ചെയ്യുമ്പോൾ നിർത്തണോ, അല്ല ഉടനെ തന്നെ രക്ഷപ്പെടണോ, എതിരെ വണ്ടി വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഓടിച്ച് മറുവശം പോകണോ, ആ തീരുമാനം എടുക്കാനുള്ള ആ സമയത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള സമ്മർദ്ദങ്ങളിൽ നിന്ന് നമ്മളെ വിമുക്തരാക്കാൻ ഈ യോഗ പരിശീലനം വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് യോഗ എന്ന് പറഞ്ഞാൽ ഒരു വ്യായാമം മാത്രമല്ലല്ലോ, അത് വ്യായാമമുണ്ട്, അതിൽ മാനസികമായിട്ടുള്ള ധ്യാനമുണ്ട്, മെഡിറ്റേഷൻ, നമുക്ക് ഏകാഗ്രത കിട്ടുവാനുള്ള കാര്യമുണ്ട്, അങ്ങനെ എല്ലാത്തരം കാര്യങ്ങളും അടങ്ങിയതാണ് യോഗ. ആസനങ്ങളുണ്ട്, നമുക്ക് വിശ്രമമുണ്ട്. അതിപ്പോഴാണ് മനസ്സിലായത്, യോഗ വിശ്രമവും യോഗയുടെ ഒരു ഭാഗമാണ്. നമുക്ക് വിശ്രമിച്ചുകൊണ്ടിരിക്കുക, അത് നമുക്ക് ശരീരത്തിന് അയവ് കിട്ടുന്നു, നമ്മുടെ ശരീരത്തിലെ വിവിധ ഓർഗൻസ് അല്ലെങ്കിൽ അവയവങ്ങൾക്ക് കൂടുതൽ പ്രവർത്തനം ചെയ്യാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുക കൂടിയാണ് ഈ വിശ്രമം. അതുപോലെ ധ്യാനം മനസ്സിനെ ഏകാഗ്രമാക്കുക എന്നാണ്. കാരണം എന്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ സമ്മർദ്ദത്തിൽ നിന്ന് നമുക്ക് സമ്മർദ്ദത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പെട്ടെന്ന് തീരുമാനിക്കണം. ശരിയായ തീരുമാനം എടുക്കണമെങ്കിൽ ആ കോൺസെൻട്രേഷൻ നമുക്ക് പരിശീലിക്കണം. അപ്പോൾ അത് വേണം. അതുപോലെ തന്നെ ശ്വസനക്രിയ, ഇതിൻ്റെ ഒരു ഭാഗമാണ് ശ്വസനക്രിയ. കാരണം ശ്വസനക്രിയ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ നമ്മൾ എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുക. നമുക്കറിയാം ഓക്സിജൻ എന്താണ്, പ്രാണവായുവാണ്, എല്ലാ ജീവനും ആധാരമാണ്. അപ്പോൾ അത് എല്ലാ ശരീരത്തിലും എല്ലാ കോശങ്ങളിലും എത്തിയാൽ മാത്രമേ ആ കോശങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. പല വ്യക്തികൾക്കും ആ ഓക്സിജന്റെ സപ്ലൈ എല്ലാ സ്ഥലത്തും എത്താത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ മലിനമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുക എന്നുള്ളത്. അപ്പോൾ അതാണ് ശ്വസനക്രിയ. ഇങ്ങനെ ഈ യോഗയുടെ വിവിധ കാര്യങ്ങൾ എല്ലാം കൂടി സംയോജിപ്പിച്ച് ആണ് ഇതിൻ്റെ ഒരു പാഠ്യപദ്ധതി എന്ന് പറയാം. മാത്രമല്ല ഈ ഗ്രന്ഥത്തിലെ അത് വളരെ ലളിതമായ രീതിയിൽ എങ്ങനെ യോഗ ചെയ്യണമെന്ന് മാത്രമല്ല പറഞ്ഞിട്ടില്ല, അതിൻ്റെ വിവിധ തരത്തിലുള്ള ഛായാചിത്രങ്ങൾ, ഫോട്ടോകൾ അതിൽ അടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എളുപ്പം മനസ്സിലാകും. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല സാധാരണ ബുക്കുകളിലെ പോലെയുള്ള, ഇതിൽ മൂന്നാമതൊരു കാര്യം കൂടിയുണ്ട്. ഇത് അനുഭവിച്ചറിഞ്ഞ സുമാനത്തിന്റെ ഒരുപാട് ശിഷ്യരുടെ അഭിപ്രായങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഈവൻ ഒരു വിദേശി അടക്കമുള്ള ശിഷ്യ അവർക്ക് അനുഭവപ്പെട്ട യോഗ കൊണ്ട് എങ്ങനെ അവർക്ക് എന്ത് ഗുണം കിട്ടി എന്നുള്ളത് പറയണ്ട. അത് നമുക്ക് ഒന്നും കൂടെ ഒരു കോൺഫിഡൻസ് കൊടുത്തിട്ട് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് അതായത് ഈ പുസ്തകം എത്ര പ്രയോജനപ്പെടാണെന്ന് മാത്രമല്ല, യോഗ എന്താണെന്നും അതെങ്ങനെ ചെയ്യണമെന്നും അതിൻ്റെ പർപ്പസ് എന്താണെന്നും നമുക്ക് മനസ്സിലാക്കും. ഇതിൻ്റെ ആത്യന്തികമായിട്ടുള്ള യോഗയുടെ ഉദ്ദേശം, അതായത് ഇത് UN ഇത് അപേക്ഷിച്ചപ്പോൾ 100-ലധികം രാഷ്ട്രങ്ങൾ അന്ന് യോജിച്ചു ഈ ഇന്നത്തെ ദിവസം 21-ാം തീയതി അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും രാജ്യങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ ഗുണം എന്താണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഉദ്ദേശം അത് മാത്രമായിരുന്നില്ല. ഇതുകൊണ്ട് ഒരു ഭാവി തലമുറയെ, പ്രത്യേകിച്ച് ഭാരതത്തിലെ ഭാവി തലമുറയെ നല്ല രീതിയിൽ, അടുത്ത ജനറേഷൻ ഏറ്റവും നല്ല രീതിയിൽ കെട്ടിപ്പടുക്കുവാൻ ആരോഗ്യമാണ് ആവശ്യം. ആരോഗ്യമില്ലെങ്കിൽ ഒരു ചുമരില്ലെങ്കിൽ ചിത്രം എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കാനും ഒരു നല്ല കരുത്തുറ്റ ഒരു ജനറേഷനെ തന്നെ വാർത്തെടുക്കുവാനും ഇത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഇത് നമുക്കിവിടെ യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് UN തന്നെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത്രയും രാഷ്ട്രങ്ങൾ ഇതിന് യോജിച്ചത്. അപ്പോൾ അത് തന്നെ നമുക്ക് മനസ്സിലാക്കും. ഇത്രയും രാഷ്ട്രങ്ങൾ, അതിൽ ഏഷ്യൻ കൺട്രീസ് ഉണ്ട്, യൂറോപ്യൻ കൺട്രീസ് ഉണ്ട്, ലാറ്റിൻ അമേരിക്കൻ കൺട്രി ഉണ്ട്, എല്ലാ തരത്തിലുള്ള രാജ്യങ്ങളും ഇതിനോട് യോജിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശം മനസ്സിലാക്കിക്കൊണ്ടാണ് അത് അംഗീകരിച്ചത്. അതുകൊണ്ട് ഈ ഗ്രന്ഥം എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ്. യോഗ ചെയ്യുന്നവർ മാത്രമല്ല, ഇത് യോഗയെ പറ്റി ഒന്നും അറിയാത്തവർക്ക് കൂടി ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇത് പ്രയോജനപ്പെടും. അതുകൊണ്ട് ഈ ഗ്രന്ഥം ഇനി കൂടുതൽ പേരെ യോഗയിലെ ആകർഷിക്കാനും ഇത് വായിക്കാൻ മാത്രമല്ല യോഗ ചെയ്യുവാനും, നിത്യവും യോഗ ചെയ്യുവാനും പ്രേരണ ആയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇതിനെല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു.